അപ്പോൾ ഇപ്പം നമ്മൾ നോമ്പിൻ പ്രമാണിച്ചിട്ട് കിറ്റുകൾ കൊടുക്കുന്ന സമയമാണ്. ഏറ്റവും കിറ്റിന് അവകാശം എന്ന് പറയുന്നത് അവകാശം എന്ന് പറയുന്നത് ഏറ്റവും സീറോയിൽ, അതായത് ഭക്ഷണം വെക്കാൻ ഗതികേടില്ലാത്ത ആൾക്കാരുണ്ടാവും. അപ്പോൾ അവർക്കാണ് നമ്മൾ എത്തിച്ചു കൊടുക്കേണ്ടത്. അത് എല്ലാവരും നമുക്ക് ആരാളും എന്താണെന്നും അറിയില്ല. പക്ഷെ നമ്മൾ ഏറ്റവും കൂടുതൽ അതിനെപ്പറ്റി അന്വേഷിച്ച് അതിന് അർഹതപ്പെട്ടവർക്ക് കൊടുക്കും. അതാണ് എൻ്റെ ഒരു ഇത്. അപ്പോൾ അർഹതപ്പെട്ട നമ്മളെ കുടുംബത്തിൽ തന്നെ ഉണ്ടാവും ഒരുപാട് ആൾക്കാർ, നമുക്കറിയില്ല, അവരവരുടെ പ്രശ്നങ്ങൾ പറയുന്നുണ്ടാവില്ല. പക്ഷെ അങ്ങനെ അറിഞ്ഞിട്ട് നമ്മൾ അവിടെ എത്തിച്ചു കൊടുക്കുക. അതാണ് ഇതിൻ്റെ ഒരു പ്രതിഫലം എന്ന് പറയുന്നത്. അപ്പോൾ അതിപ്പോൾ നോമ്പിനെന്നല്ല, ഏത് സമയം നമുക്ക് കൊടുക്കാം. ഏത് സമയം കൊടുത്താലും അതിൻ്റെ ഒരു പ്രതിഫലം നമുക്കുണ്ടാവും. പക്ഷെ നോമ്പിനെന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക ഒരു മാസം എന്ന് പറയുന്നത് നമ്മൾ ഇതേപോലത്തെ സാധനങ്ങൾ അവർക്ക് എത്തിച്ചു കൊടുക്കുമ്പോൾ ആ ഒരു മാസം അവർക്ക് അതിനെ കൊണ്ട് നല്ല അടിപൊളിയായിട്ട് നോമ്പ് തുറക്കാം. ഒരു വല്ലാത്തൊരു പുണ്യമാസമാണല്ലോ. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു ഉദ്ദേശം. അപ്പോൾ പല ആൾക്കാർ പല ഐറ്റംസാണ് കൊടുക്കുക. പൈസ കൊടുക്കും, ചില ആൾ നോമ്പിൻ്റെ കിറ്റ് കൊടുക്കും നോമ്പിന്. അപ്പോൾ ഇപ്പോൾ നമ്മളിവിടെ കണ്ടത് നോമ്പിൻ്റെ കിറ്റാണ്. അങ്ങനെ ഒരുപാട് ഐറ്റംസുകൾ ആൾക്കാർ കൊടുക്കും. അപ്പോൾ എല്ലാവരും നല്ല കാര്യങ്ങൾ ചെയ്യുക, എല്ലാവർക്കും നല്ലത് വരട്ടെ. അപ്പോൾ ഇതേപോലെ ഒരുപാട് കിറ്റുകൾ എല്ലാവരും കൊടുക്കുക, എല്ലാവരും സഹായിക്കുക. എന്താ പറയണ്ട, നോമ്പ് എന്ന് പറയുന്ന ഒരു മാസം പേർക്കുന്ന ഒരു ലെവല് മാസമാണ്. ഒരു കിറ്റിൽ എന്തെല്ലാം ഉണ്ടാവും? ഉള്ളി, പഞ്ചസാര, നേരിയരി, പഞ്ചസാര, ഓയില്, ഉള്ളി, RKG, ഈത്തപ്പഴം, മൈദ, ചായപ്പൊടി. ഇത്ര സാധനം ഉണ്ടാവും അല്ലേ? എത്ര ഐറ്റംസ്? 2, 3, 4, 5, 6, 7, 8 ഐറ്റംസ് വിത്ത് RKG അടക്കം ഗ്യാസ്. 6, 7, 8 ഐറ്റംസ് അല്ലേ? 8 ഐറ്റംസ് ആണ് ഗ്യാസ് ഇതിലുള്ളത്. എല്ലാത്തിലും 8 ഐറ്റംസ് ഉള്ളത്. നമ്മളെ സാധനം റെഡിയായി ഗ്യാസ്. ഇതാണ് നമ്മളെ നോമ്പിൻ്റെ കിറ്റ്. ഇൻഷാ അല്ലാഹ് എന്താ പറയണ്ടേ, ഇതെല്ലാം ഒരു നാട്ടിൽ എന്നിട്ട് ഇങ്ങനെയെല്ലാം നമ്മൾ ഓരോ ആൾക്കാരും ചെയ്യുന്ന കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം. ഇതിപ്പോൾ എൻ്റെ ചങ്കാണ്, എൻ്റെ ചങ്കായ എൻ്റെ എല്ലാമായ പുറത്തുള്ളവർക്ക് വന്നിട്ട് പ്ലാന് കൊടുക്കേണ്ടത്. അപ്പോൾ മാഷാ അല്ലാഹ് അവനക്ക് ബർക്കത്തിന് കൊടുക്കട്ടെ. ഒരു വേറെ ലെവൽ മനുഷ്യനാണ്. അപ്പോൾ ഇതാണ് നമ്മളെ സാധനം. വണ്ടി വന്നു ഗായ്സ്, ബാക്ക് എടുത്തോ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ എനിക്കങ്ങനെ ഫോട്ടോയിലോ വീഡിയോയിലൊന്നും വരാൻ ഇഷ്ടമില്ലാത്തൊരു വ്യക്തിയാണ്. പക്ഷെ എന്നാലും ആ മകനെ ഞാൻ കാണിക്കും ഗായ്സ്. ഇവനാണ് എൻ്റെ ചങ്ക്. അതായത് ഞാൻ മനസ്സിൽ പോലും വിചാരിച്ചില്ല ഗായ്സ്, ഇവൻ ഇത്രയും വലിയൊരു എന്താ പറയണ്ടേ, ഇങ്ങനെ ഞാൻ സത്യം എൻ്റെ മനസ്സിൽ ഞാൻ ഇതുവരെ ഞാൻ വിചാരിച്ചില്ല ഇവൻ ഇങ്ങനെയെല്ലാം ചെയ്യുന്ന ഒരാളാണ്. പക്ഷെ ഞാൻ സത്യം എനിക്കൊരു സർപ്രൈസ് ആയിപ്പോയി. എനിക്ക് എന്താ പറയണ്ടെന്നറിയില്ല. ഇവനെ ഈ നിമിഷം ഇവനെ കാണിച്ചിട്ടില്ലെങ്കിൽ ഗൈസ് എനിക്ക് ഇങ്ങനത്തെ ഒന്നും ഇഷ്ടമല്ല. അപ്പോൾ ഇവനാണ് പറഞ്ഞ സ്പോൺസർ, നമ്മളെ ചങ്ക്, എൻ്റെ മുത്തുമണി. അത് ആടുന്ന ഉറക്ക് ലോക്ക് ഉറക്ക്. പിന്നെ നമ്മളടുത്തതായി നമ്മളെ സാധനം കയറ്റുന്ന ഇതിലാണ്, ലോഡിങ്ങിലാണ്. സത്യം ഐ വിൽ പ്രൗഡ് ഓഫ് യു മൈ ഹബീബി. അപ്പോൾ ഇതാ ഇക്ക ഇങ്ങനെ സാധനം കയറ്റലാണ് വണ്ടിയിൽ. അങ്ങനെ പറയാനുള്ള അങ്ങനെ ഒരുപാട് നല്ല കാര്യമല്ലേ? ഇതെല്ലാം ചെയ്യേണ്ട കാര്യമല്ലേ? ഇതെല്ലാം ജീവിതത്തിൽ ഉണ്ടാവല്ലേ? പക്ഷെ അതതിന് ബർക്കത്തിന് കൊടുക്കട്ടല്ല ആമീ. അപ്പോൾ ഇതാ നമ്മളെ സാധനം ഇങ്ങനെ കയറ്റാനാണ് ഗ്യാസ്. എല്ലാം പോവുക, അല്ലെങ്കിൽ മുന്നിൽ വെക്കണം. ഇത് ബാക്ക് ഫുള്ളായി ഗ്യാസ്. അതിന് അടുത്ത് നമ്മൾ ഉള്ളിൽ കയറ്റാം. സീറ്റിൽ വെച്ചോ, പ്രശ്നമില്ല, അല്ലെങ്കിൽ അടിയിൽ വെച്ചോ. അങ്ങനെ സാധനം ആ സീറ്റിൽ വെച്ചോ, പ്രശ്നമില്ല. സാധനം നമ്മളിതാ അങ്ങനെ കയറ്റിക്കഴിഞ്ഞു ഗ്യാസ്. ഇത് നമ്മുടെ സാധനമായി ഗ്യാസ്. ഇതാണ് നമ്മുടെ സാധനം. ആയില്ലേ? അപ്പോൾ നമ്മളങ്ങനെ സാധനമായി ഗ്യാസ്. നമ്മളതിനടുത്ത് ബില്ലിങ്ങിലേക്ക് കടക്കലാണ്. ബില്ല് ചെയ്യലാണ്. ഒരു വല്ലാത്തൊരു മനുഷ്യനാണ് ഗ്യാസ്. അതോ എനിക്കിങ്ങനെയൊന്നും ഇഷ്ടമല്ല. എൻ്റെ പല വീഡിയോയിലും വരുത്തുണ്ടാവും, പക്ഷെ അത് എൻ്റെ ഇഷ്ടപ്രകാരം വരുന്നത്. എനിക്കതൊന്നും ഇഷ്ടമല്ല. പക്ഷെ എൻ്റെ പ്രഷർ കൊണ്ട് ഇത് ഞാൻ എടുക്കുന്നതാണ്. അല്ലാണ്ട് ഓനിക്കിതൊന്നും സത്യം പറഞ്ഞ ഗായ്സ് ഇതൊന്നും ഇഷ്ടമല്ലാത്ത പരിപാടിയാണ്. പക്ഷേ ഇതൊന്നും ആരും അറിയാണ്ട് ചെയ്യണമെന്നാണ്. പക്ഷേ ഇതേപോലെ കണ്ടിട്ട് ആരെങ്കിലും ഇതേപോലെ ഒരാൾക്കെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ
അതിൻ്റെ വീഡിയോ നമ്മൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക ഗായ്സ്. അപ്പോൾ എൻ്റെ ചങ്കായ ദേഷ്യം പിടിക്കുക, എന്നോട് ദേഷ്യം പിടിക്കുന്നത് എന്താ, എന്നോട് ഭയങ്കര ദേഷ്യം, കാരണം എനിക്ക് ഇതൊന്നും ഇഷ്ടമല്ല. അപ്പോൾ ഗായ്സ് എൻ്റെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവരും സപ്പോർട്ടും വേണം ഗായ്സ്. എല്ലാവർക്കും നല്ലത് വരട്ടെ ഗായ്സ്.